വേർപാട് അറിയാതെ തന്റെ മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ തന്റെ വ്യസന സമേതം എത്ര നേരമായി എന്റെ മകൻ പോയിട്ട് എത്ര നേരമായി അവൻ തിരിച്ചു വരാത്തത് എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വിലാപത്തോടെ ഒരു ഉമ്മ പറയുന്ന കഥയാണ് ഇവിടെ വിശദീകരിച്ചു തുടങ്ങുന്നത്. കെട്ടിയ കൈകോൽ മുറുക്കി പിടിച്ചുമ്മ അങ്ങിങ്ങായി ഇങ്ങങ്ങായി ഓടുന്നുവോ. തന്റെ വളരെയധികം പ്രായാധികം ചെയ്തിട്ട് കൂടി തന്റെ മകൻ എവിടെ പോയി എന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ ഒരു ഉമ്മയുടെ അവസ്ഥയെ വീണ്ടും വിശദീകരിക്കുകയാണ്. ഓത്തുപള്ളി മൊല്ലാക്ക ഒന്നു വിളിച്ചു ഇന്നലില്ലാ. ഓത്തുപള്ളി മൊല്ലാക്ക ഒന്നു വിളിച്ചു ഇന്നലില്ലാ. ഇതേ സമയം പള്ളിയിൽ നിന്നുകൊണ്ട് വല്ലാക്ക അവിടെ നിന്നും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള മുസ്ലിങ്ങളുടെ മതാചാര പ്രകാരം അവിടെ ഒരാൾ മരിച്ചാൽ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിനെ നാട്ടുകാർക്ക് അവിടെയുള്ള പ്രദേശവാസികൾക്ക് സൂചിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഒരു അറിയിപ്പ് നൽകുകയാണ്. ഓടി നടന്നു പിടഞ്ഞുമ്മ എന്റെ ഓമനയായ മറിയുമ്മ. ആർത്തു ചിരിച്ചു ചാച്ചു കിടന്നുമ്മ എന്റെ കാലം പറിച്ച കണ്ണാടിയിൽ. ആർത്തു ചിരിച്ചു ചാച്ചു കിടന്നുമ്മ എന്റെ കാലം പറിച്ച കണ്ണാടിയിൽ. തന്റെ മകന്റെ ഓർമ്മകൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്ന ഒരു തന്റെ മകന്റെ മുറിയിൽ ചെന്നുകൊണ്ട് ആ ഉമ്മ അവിടെ നേരെ ചെന്ന് അവന്റെ ബെഡിൽ കിടക്കുകയാണ്. ഈ സമയം ആ ഉമ്മക്ക് അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ആ ഉമ്മയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് തന്റെ മകന്റെ വ്യത്യസ്തമായിട്ടുള്ള ഓർമ്മകളും മറ്റു കാര്യങ്ങളുമാണ്. ഓനെ വിളിച്ചൂട് ഓനെ വിളിച്ചൂട് വെറ്റില ചുവയുള്ള മോണ കാട്ടി ഉമ്മ പറയുവാ ഓനെ വിളിച്ചൂട്. 10,000-ത്തിലെ പാത്തൂരെ വിളിച്ചുമ്മ ചൊന്നു എന്റെ അർദ്ധനാമം. കണ്ണീർ കലക്കിയ കണ്ണായ പാത്തു കേൾക്കേ പറഞ്ഞില്ലേ ഓൻ പോയെന്ന്. കണ്ണീർ കലക്കിയ കണ്ണായ പാത്തു കേൾക്കേ പറഞ്ഞില്ലേ ഓൻ പോയെന്ന്. തന്റെ സന്തത സഹചാരിയും തന്റെ അയൽവാസിയുമായിട്ടുള്ള പാത്തു എന്നുള്ള സ്ത്രീയെ വിളിക്കുമ്പോൾ ആ സ്ത്രീയോട് എവിടെ എന്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ വളരെയധികം സങ്കടത്തോടെ അവന്റെ ഇരട്ട പേര് വിളിക്കുകയും എന്നിട്ട് പറയുകയാണ് ഓൻ പോയി, ഇനി അവനെ നോക്കിക്കൊള്ളേണ്ട, അവൻ ഈ ലോകം വിട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ഒരു വാർത്ത ആ ഉമ്മക്ക് അറിയിച്ചു നൽകുകയാണ്. ഉമ്മറപ്പടിയിലെ പഴകിയ ചിന്തയിൽ തെക്കൻ കാറ്റിനുമാർദ്ദവം. ഉമ്മറപ്പടിയിലെ പഴകിയ ചിന്തയിൽ തെക്കൻ കാറ്റിനുമാർദ്ദവം. അവിടെ നിന്ന് പിന്നെയും ഉമ്മ തന്റെ മകനെ കുറിച്ച് വീണ്ടും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ എന്റെ മകൻ, എവിടെ എന്റെ മകൻ? ആ ഒരു അന്വേഷണത്തിന് ഒരു ആദിയില്ലാതെ അർത്ഥമില്ലാതെ ആവുകയാണ്. കെട്ടിക്കൂട്ടിയെ പായിൽ വെച്ചതോ പെറ്റ നോവിന്റെ കാതങ്ങളോ. താഴെ പറപ്പിലെ പന്തലൂക്കാരോട് ഉമ്മ പറയുവാ ഓനെ വിളിച്ചൂട്. താഴെ പറമ്പിലെ പന്തലൂക്കാരോടും ഉമ്മ പറയുവാ ഓനെ വിളിച്ചൂട്. തന്റെ മകന്റെ ശവസംസ്കാരത്തിന് ശേഷം അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പന്തൽ പണിക്കാർ അവിടെ പൈസ വാങ്ങാൻ എത്തുന്ന സമയത്ത് അവരോട് തന്റെ ഉമ്മ വീണ്ടും അവിടെ ഉണർത്തുന്നത് എവിടെ എന്റെ മോൻ, നീ അവരെ വിളിച്ചു കൊണ്ടുവരൂ എന്നുള്ളതാണ്. കിട്ടിയ കായ്ക്കും ഓൻ തന്നെ വേണം ഓനെ വിളിച്ചൂട്. ഓനെ വിളിച്ചൂട് ഓനെ വിളിച്ചൂട് ഓനെ വിളിച്ചൂട്. വെറ്റില ചുവയുള്ള മോണ കാട്ടി ഉമ്മ പറയുവാ ഓനെ വിളിച്ചൂട്. ഓനെ വിളിച്ചൂട്. ഒരു മലബാർ സ്ത്രീ എത്രത്തോളം വളരെ അതിസങ്കടമായിട്ട് തന്റെ മകന്റെ വിലാപത്തെ കുറിച്ച് കൃത്യമായ രൂപത്തിൽ വിശദീകരിക്കാൻ കവിയും ശ്രമിച്ചുകൊണ്ടിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.